ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അഖിലേഷ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മൂന്നാർ ട്രിപ്പ് വ്ലോഗാണ്. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടി മൂന്നാർ പോവാണ്. ഇനിയുള്ള വരാൻ പോകുന്നത് മൂന്നാർ ഡയറീസ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും റെഡിയായി. ഇതേ അമ്മയെ എണീറ്റ് വന്നതേ ഉള്ളൂ. ഇനി ഞാൻ പോയി റെഡി ആവട്ടെ. അവൾ റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരാണ് ആദ്യം എണീച്ചത്. സോ റെഡി ആയിട്ട് കാണാം. ഞങ്ങൾ ഇന്നൊരു സന്ധ്യ ആയപ്പോഴേക്കും ഇന്നലെ ഇവിടെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടന്നു. അപ്പോൾ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്ക് എണീച്ച് റെഡി ആവാണ്. ഇവിടെ എല്ലാവരും ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറയുവാണ്. ഞാൻ മീഷോ, അവൾ മീഷോ. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ എണീറ്റ് റെഡി ആയിരുന്നു. ഞങ്ങളുടെ പരിപാടികളൊക്കെ നേരുന്നു. ഇനി അവരെ റെഡിയായി നോക്കിയിരിക്കുവാണ് ഞങ്ങൾ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പതുക്കെ താഴത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. നേരത്തെ എണീറ്റാറ് എൻ്റെ കണ്ണും മുഖമൊക്കെ ഭയങ്കര വിജർമ്മിച്ചിരിക്കുവാണ്. തോട്ടപ്പുഴുണ്ട് ഗൈസ്. അതാ ഞങ്ങൾ പുല്ലി ചോട്ടാതെ പോകണമെന്നൊക്കെ പറയണേ. സ്പീഡിൽ പോണം എടി. ആ വഴി വിറച്ച് പുല്ല എടി. വേഗം നടക്കടി, പോടി. തിരിഞ്ഞു നോക്കി കാലി കയറും. ഞങ്ങളങ്ങനെ അവസാനം താഴെ എത്തി. കാലിന് തോട്ടപ്പുഴുണ്ടാൻ നോക്കുവാണ് ഗൈസ്. ഇതാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇറങ്ങാൻ വരുന്ന തോട്. ഇവിടത്തെയൊക്കെ പിള്ളേരൊക്കെ ഈ പാലത്തിൻ്റെ മേളിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ചാടാറുണ്ട് കേട്ടോ. നമ്മൾ അത്രയും വലിയ കുന്നാണ് ഒറ്റയ്ക്ക് ഇറങ്ങി കയറി വന്നത്. നമുക്ക് ശീലമായി നടന്നത്. കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഉള്ള കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചതാണ്. പക്ഷെ എനിക്ക് എന്ത് ചെയ്താൽ ഇടാൻ പറ്റണ്ടായില്ല, സമയം ഉണ്ടായില്ല. ഇത് തന്നെ ഇപ്പോൾ മെയ്യിൽ എടുത്ത വീഡിയോ ആണ്. എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് മൂന്നാർ പോയതാണ്. ഇപ്പോഴാണ് ഇതിടുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി മൂന്നാർ പോവാ. ടാഗ് എടുത്ത് കാറിന് താക്കോലെടുത്തില്ല. കാറി വെക്കാൻ റെക്കോർഡ് ഇട്ട്. ആദ്യം ഇട്ടല്ലോ നമ്മൾ ഇത്രയും രാവിലെ പോയി പുറത്തേക്ക് തന്നെ. യെസ്, ഇത്രയും നാളിവിടെ ഉണ്ടായിട്ട് സ്ഥലല്ലേ. പപ്പ ഉണ്ടായിരുന്നു, രാവിലെ ഇറങ്ങി പോയായിരുന്നു. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതെ, തള്ളിരിക്കുക. അയ്യോ, ഞങ്ങളെല്ലാവരും അങ്ങനെ വണ്ടി കയറി ഞങ്ങളിനി പോകാൻ പോവുകയാണ്. ഞാനും ഉള്ളൊരു വണ്ടിയിൽ, അവനും അവരൊക്കെ വേറൊരു വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇനി കുറച്ച് പാട്ടൊക്കെയാണ്. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂപോലെ നീരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ.
ചന്ദനം തൊട്ട് ഗായ്സ് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കടകളൊക്കെ കണ്ടു. പക്ഷെ പകുതി അടിച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ വിചാരിച്ച് വിശക്കണ്ട് നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് ഞങ്ങളൊരു കടയിൽ നിർത്താൻ പോവാണ്. ഞങ്ങളിവിടെ ഒരു കടയിൽ നിർത്തി. അപ്പോൾ ഇറങ്ങാൻ മുന്നേനുള്ള ബഹളമാണ് ഈ കണ്ടത്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് പിന്നെയാണ് ചെരുപ്പെടുക്കാതല്ലാതെ വേറെ വേറെ എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? ചേച്ചിനെ ഹാഫാക്കി നീ ചുമ്മാ എൻ്റെ അടുത്ത് ഒന്ന് മാറാവോ ഇവിടെ നിന്ന് അവിടെ ഫുഡുണ്ടോ? ഞാനൊന്ന് ഇറങ്ങട്ടെ. അത് കൈയ്യടി എൻ്റെ ചെരുപ്പ് അമ്മേ അമ്മേ അമ്മ വിളിച്ചായിരുന്നാ? അതാ എവിടെയെങ്കിലും പോയാലും എനിക്ക് അതാ ഞാൻ പൊട്ട് കാണുന്നില്ല. എന്നാ വലിയ പൊട്ട് പൊട്ടിട്ട് കാണുന്നില്ല എന്നാ. ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് അതെന്നാ നിങ്ങൾ കൂട്ടുകാരെ ഇരിക്കാതെ അങ്ങനെ പോയത്? എന്റെ മലയാ. അയ്യോ അത് കൊള്ളില്ല. ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. എനിക്ക് വളരെ ചെറുതായിട്ടൊരു ഗുളുഗുളു. അതല്ല പുതിയ അമ്പലം ഒരു പണിതെന്ന് പറഞ്ഞ നാടിന്റെ ഉത്സവത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ കീഴ്ത്തോടെത്തി. ഇവിടെയാണ് നമ്മളൊരു കസിൻ്റെ വീട് കേട്ടോ. പൈപ്പ് പോലത്തെ വെള്ളം മറ്റേ അവിടെ നിന്ന് വരുന്നത്. നീറാമടി ഇരിക്കണമോ? ഇതാ ഇടുക്കിലാമല്ല, ഇത് കല്ലാറും ഡാമിന്ന് എന്റെ വെള്ളത്തിന് ചെയ്യാൻ പറ്റും. ഇവിടെ സീറ്റ് ബെൽറ്റിന് വേണ്ടി ഇവിടെ രണ്ടെണ്ണം അടിയാണ്. മൊത്തം വളവും തിരിവായ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ചിരിയാണ്. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? യൂ എന്റെ ഒരു എങ്ങനെയൊക്കെയോ ശരിയായി. ഈ പിടിക്കാനായിട്ട് ഇത് കണ്ണ് കാണണ്ടേ? ഒരെണ്ണിവിടെ ഒരെണ്ണിവിടെ. ദൈവമേ എന്റെ വയറ്. ഒരു സീറ്റ് ബെൽറ്റ് രണ്ടുപേരെ ഇരിക്കുന്നത്. അതന്നെ ശരി.
ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേണോ? നല്ല ആൾക്കാര് നീ ഇവിടെ നിന്ന് കഴിച്ചിട്ടൊക്കെ പോയ പറയാം. ഈ സൈഡാണ് എന്താ സഫാരി ഹിൽസിലെ ചെയ്യാൻ പറ്റണേ അപ്പ ഞാൻ താഴെ പോയാലോ? അതിന് നമ്മുടെ ദേഹത്ത് ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ല. നമ്മളതിന്റെ മുകളിൽ കയറണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അതിന്റെ കയറുണ്ട്, പക്ഷെ നമ്മളെ പിടിക്കാൻ കയറൊന്നുമില്ല. അയ്യോ, നമുക്ക് ഒരു പ്രാവശ്യം കയറാം. നല്ല രസമായിരിക്കും. തൊട്ടടുത്ത് കാണുന്നത് അഡ്യൂഷൻ കാണാം, അഡ്യൂഷൻ കാണാം. ഞങ്ങൾ നാളേക്കായിരുന്നു. സെറ്റപ്പ് അല്ലേ? ആന്റി ഒരു ഹായ് പറയാമെന്ന് ചോദിക്കണം. ശരിക്കും വട്ടവടയിൽ നിന്ന് 12 കിലോമീറ്റർ ഉള്ളു കൊടൈക്കനാല്. പോയാലോ കൊടൈക്കനാല്? റോഡില്ല. റോഡില്ലേ? നടന്നു പോകണം. നടന്നോ? ആൾക്കാർ ഉപയോഗിക്കുന്ന